അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും ധന്യമായിട്ടുള്ള, ഏറ്റവും ചൈതന്യവത്തായിട്ടുള്ള ദിനരാത്രങ്ങൾ നമ്മോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ പരിശുദ്ധനായ റബ്ബിനോട് എത്രമാത്രം അടുത്തു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, റമളാൻ എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെ മുമ്പിലും സ്വർഗവും നരകവും, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള അവസരമാണ്, ചാൻസാണ് വിശുദ്ധ റമളാനെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് ആ റമളാൻ നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് 1000 തവണ നമ്മൾ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകേണ്ടുന്ന സന്ദർഭമാണ് എന്നുള്ളതാണ്. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ നോമ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 183, 184, 185 ആയത്തുകൾ കഴിഞ്ഞാൽ പിന്നീട് പറയുന്നത് എന്താ? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫലിയസ്തജീബൂ ലി വലിയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. അതായത് പ്രവാചകരോട് പറയുകയാണ്, നബിയേ, അങ്ങയോട് ജനങ്ങൾ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ അങ്ങ് പറയണം, ഞാൻ സമീപസ്ഥനാണ്, ഞാൻ ഖരീബാൻ. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യും. അതുകൊണ്ട് അവർ എന്നിൽ വിശ്വസിക്കട്ടെ. വലിയുമിനൂ ബി, അവർ എന്നിൽ വിശ്വസിക്കട്ടെ. ലഅല്ലഹും യർഷുദൂൻ, അവർ നേർമാർഗം പ്രാപിച്ചേക്കാം എന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുകയാണ്. നോമ്പിൻ്റെ നിയമങ്ങൾ പറയുന്നതിനിടയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? വിശുദ്ധ റമളാനിൻ്റെ രാപ്പകലുകളിൽ നമ്മൾ എത്രമാത്രം അള്ളാഹുവിലേക്ക് മനസ്സ് തുറന്ന് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നാഥാ, നരകത്തിൻ്റെ അദാബിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് നമ്മൾ എത്ര തവണ പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, വന്ധ്യരായിട്ടുള്ള മാതാപിതാക്കൾക്ക് അവരുടെ പരലോക മോക്ഷത്തിന് വേണ്ടി, അവരുടെ സ്വർഗപ്രവേശനത്തിന് വേണ്ടി, അതുപോലെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അവരുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇണകളിലെ, നമ്മുടെ മക്കളിലെ, ആ മക്കളുടെ നന്മക്ക് വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി, അവരുടെ ഈമാനികമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? എന്തെല്ലാം കാര്യങ്ങൾക്കുള്ള പ്രാർത്ഥനയാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളിലുള്ളത്. പ്രവാചകന്റെ പ്രാർത്ഥനകൾ മാത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. കാരണം 100 കണക്കിനുള്ള പ്രാർത്ഥനകൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ പരിശുദ്ധ റമളാനിന്റെ ഒരു പ്രത്യേകത എന്താ? 1000 തവണ നമ്മൾ കേട്ടിട്ടില്ലേ, റമളാൻ കടന്നു വന്നാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും, പിശാചിനെ ബന്ധിപ്പിക്കപ്പെടും എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണുന്ന ഒരു കാര്യം, വലില്ലാഹി ഉതഖാഉം മിനന്നാർ, അല്ലാഹുവിന് ഈ വിശുദ്ധ റമളാനിൽ നരകത്തിൽ നിന്നും നരകവാസികളെ മോചിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് എന്നാണ്. വദാലിക കുല്ല ലൈല, അത് റമളാനിന്റെ ഓരോ രാത്രിയിലും ഉണ്ടാകുമെന്നാണ്. റമളാനിന്റെ ഓരോ രാത്രിയിലും നരകത്തിൽ നിന്ന് നരകവാസികൾ അല്ലാഹു തആല മോചിപ്പിക്കുമ്പോൾ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതല്ലേ? അറബി ഭാഷയിൽ നമുക്ക് കാണാം പ്രാർത്ഥനകൾ. അല്ലാഹുമ്മ അഅതിക റികാബനാ വരികാബ വാലിദീനാ മിനന്നാർ, അല്ലാഹുമ്മ അഅതിക റികാബനാ വരികാബ ആബാഇനാ
وأمهاتنا وأزواجنا وأخواتنا وإخواننا يا رب العالمين എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ കാണാം. നാഥ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളെ ഇണകൾ, ഞങ്ങൾ മക്കൾ, ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങൾ എല്ലാവരെയും നരകത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണേ, മോചിപ്പിക്കണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന. പ്രിയമുള്ളവരെ, അങ്ങനെ എന്തെല്ലാം പ്രാർത്ഥനകൾ വിശുദ്ധ റമദാനിന്റെ ഓരോ രാത്രികളിലും നരകവാസികളെ മോചിപ്പിക്കുമ്പോൾ എൻ്റെ കുടുംബത്തെ, എൻ്റെ മാതാപിതാക്കളെ ആ മോചിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാകണമേ എന്നുള്ള മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന നമ്മിൽ നിന്നുണ്ടാകണം. പ്രിയമുള്ളവരെ, അങ്ങനെ എന്തെല്ലാം പ്രാർത്ഥനകൾ നമുക്ക് ആവശ്യമാണ്. അനാരോഗ്യം കൊണ്ട് കണ്ണീരും അതുപോലെ തന്നെ ദുഃഖവും ഭാരവും ദുഃഖത്തിന്റെ വ്യതകൾ അനുഭവിച്ചുകൊണ്ട് കഴിയുന്ന എത്രയോ സഹോദരങ്ങളിലെ. അപ്പൊ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതല്ലേ നമ്മുടെ കുടുംബ ബന്ധം? ആ കുടുംബ ബന്ധം നന്നാകുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ്. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, ഇന്ന് ബദറുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ റമദാനിന്റെ 17ാമത്തെ ദിവസം, അത് ബദറുമായി ബന്ധപ്പെട്ടാണല്ലോ മുസ്ലിം സമൂഹം ഓർക്കാറുള്ളത്. എന്താണ് ബദർ എന്ന് പറയുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ബദറിലേക്ക് പ്രവാചകനും സ്വഹാബത്തും പോയത്, അതിനു മുമ്പായി കൂടിയാലോചിച്ചത്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിന്റെ 8ാം അധ്യായം സൂറത്തുൽ അൻഫാൽ, ആ അൻഫാലിന്റെ 9ാമത്തെ വചനം, അതിൽ കാണാം, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം, സഹായം തേടിയ സന്ദർഭം. ബദർ എന്ന് പറയുന്ന നമുക്കറിയാം, ശത്രുക്കള് ആയുധ സജ്ജരായിക്കൊണ്ട് പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും തലകൊയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അതിസങ്കീർണമായ ഘട്ടമാണ്. ആ ഘട്ടത്തിൽ ആരോടാ പ്രാർത്ഥന? തസ്തഗീസൂന റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം. അതേ സഹോദരങ്ങളെ, ജീവിതത്തിൽ എത്ര വലിയ ആപത്തുണ്ടായാലും, എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായാലും റബ്ബിനോട് മാത്രം സഹായം തേടുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആ ആയത്തിന്റെ വ്യാഖ്യാനത്തില് ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന കാര്യം എന്താ? അള്ളാഹുവിന്റെ റസൂല് അവിടെ നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനകള്, അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദ്തനി, നാഥാ നിന്റെ വാഗ്ദാനം ഞങ്ങൾക്ക് നിറവേറ്റി തരണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ പ്രാർത്ഥനകളിൽ ആവർത്തിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ ഫലൻ തുഅബദ ഫിൽ അർളി അബദാ, നാഥാ ഈ കൊച്ചു സംഘത്തെ എങ്ങാനും ഏകദൈവ വിശ്വാസികളായ, ഏകദൈവ ആരാധകരായിട്ടുള്ള ഈ ചെറിയ ഉമ്മത്തിനെ നീ നശിപ്പിച്ചാൽ, ഈ കൊച്ചു സംഘത്തിന് ആ ശത്രുക്കളുടെ വാളുകൾക്ക് നീ ഇട്ടുകൊടുത്താൽ, ഈ ഭൂമുഖത്ത് നിന്നെ ആരാധിക്കുന്ന ജനങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയം പൊട്ടി അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എൻ്റെ ജനത എന്ന് പറയുന്നത്, അങ്കുലി പരിമിതരായിട്ടുള്ള ആ ജനത എന്ന് പറയുന്നത് പ്രവാചകന്റെ പ്രാർത്ഥനയിൽ കാണാം. അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്തുൻ ഫഹ്മിൽഹും, അല്ലാഹുവേ അവർ നഗ്നപാദരാൻ, മരുഭൂമിയിലൂടെ ആ കൂർത്തമൂർത്ത മണലാരണ്യത്തിലൂടെ നടക്കുവാൻ അവരുടെ പാദങ്ങൾക്ക് ശേഷിയില്ല, അവർക്ക് സഞ്ചരിക്കാൻ വാഹനമില്ല. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്തുൻ ഫഹ്മിൽഹും, അവർ നഗ്നപാദരാൻ, അവർക്ക് സഞ്ചരിക്കാൻ വാഹനം നൽകണമേ. അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തുൻ ഫക്സുഹും, അല്ലാഹുവേ അവർക്ക് ആവശ്യമായ വസ്ത്രമില്ല, അതുകൊണ്ട് വസ്ത്രം നൽകണമേ. അല്ലാഹുവിന്റെ റസൂൽ ബദറിൽ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ, അല്ലാഹുവേ എൻ്റെ അനുയായികൾ എന്ന് പറയുന്നവർ അവർ വിശപ്പുള്ളവരാണ്, അതുകൊണ്ട് ഫഅശ്ബിഉഹും, അവരെ വിശപ്പടക്കാനുള്ള ഭക്ഷണം നൽകണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഫസ്തജാബ ലക്കും,
അന്നീ മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾക്ക് അല്ലാഹു തആല ഉത്തരം നൽകി. തുടരെയുള്ള 1000 മലക്കുകളെ നിയോഗിച്ചുകൊണ്ടാണ് അല്ലാഹു തആല ഉത്തരം നൽകുന്നത്. ആ ബദർ നൽകുന്ന പാഠം എന്ന് പറയുന്നത് ഒട്ടനവധി പാഠങ്ങളുണ്ട് പ്രിയമുള്ളവരെ. ഏകനായ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക. എത്ര വലിയ ആപത്ത് വന്നാലും, എത്ര വലിയ ദുരന്തങ്ങൾ ഉണ്ടായാലും, പരീക്ഷണങ്ങളുടെ പരകോടിയിലെത്തിയാലും പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം, മറ്റൊരു ശക്തിയോടും പ്രാർത്ഥന പാടില്ല. ഈ റമദാൻ എന്ന് പറയുന്നത് ഒരുപാട് പാഠങ്ങൾ നൽകുന്ന ഒരു കാലയളവാണ്. റമദാൻ ഒരു പാഠശാലയാണ് എന്ന് പറയാറില്ലേ? പക്ഷേ ആ റമദാനിൽ നമ്മൾ എന്ത് പഠിച്ചു? എന്തൊരു മാറ്റത്തിനാണ് ഞാനും നിങ്ങളും വിധേയമാകുന്നത്? എന്തെങ്കിലും മാറ്റങ്ങൾ കഴിഞ്ഞ 17ാമത്തെ ദിവസമാണ് ഇന്ന്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ത് മാറ്റമാണ് എന്നിൽ സംഭവിച്ചത് എന്ന് ഞാൻ ചിന്തിക്കുക. നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈമാനികമായി, ഇസ്ലാമികമായി, വിശ്വാസപരമായിട്ട് ഒരു മാറ്റമുണ്ടാകാൻ അതാരെങ്കിലും മാറ്റുകയില്ല. നമ്മൾ മാറണം. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറാതെ അല്ലാഹു മാറ്റുകയില്ല. തീർച്ച നമ്മൾ മാറണം പ്രിയമുള്ളവരെ. നമ്മുടെ തെറ്റായ നയങ്ങൾ, നമ്മുടെ തെറ്റായ സ്വഭാവങ്ങൾ, നമ്മുടെ തെറ്റായ രീതികൾ അത് ഒഴിവാക്കുക. എന്നിട്ട് നന്മയുടെ ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കുക. ഇബാദത്തിന്റെ, വിശ്വാസത്തിന്റെ, കർമ്മങ്ങളുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ പുതിയ അധ്യായങ്ങൾ രചിക്കാൻ തയ്യാറാകണം പ്രിയമുള്ളവരെ. നമ്മുടെ നന്മയുടെ കർമ്മങ്ങളുടെ രേഖകളിൽ പുതിയ കാര്യങ്ങൾ എഴുതി ചേർക്കാൻ ഈ റമദാൻ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം എന്താ? അപ്പൊ നമ്മൾ പലപ്പോഴും കർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ. ഈ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ആരിൽ നിന്നാണ് കർമ്മങ്ങൾ സ്വീകരിക്കുക? ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കി. തഖ്വയുള്ള, ഭക്തിയുള്ള ആളുകളിൽ നിന്നാണ് അല്ലാഹു തആല കർമ്മങ്ങൾ സ്വീകരിക്കുക. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ആളാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയുള്ള അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുടെ കർമ്മങ്ങളൊന്നും അല്ലാഹു തആല സ്വീകരിക്കാൻ പോകുന്നില്ല. മറിച്ച് ഭക്തിയുള്ള, തഖ്വയുള്ള, ഹൃദയം തൊട്ട് അങ്ങേയറ്റം ആ ഒരു ധർമ്മനിഷ്ഠയുള്ള, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമുള്ള, ഭക്തിയുള്ള ആ ഒരു ഹൃദയം, ആ ഒരു മനസ്സ്, അത് അങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ് അല്ലാഹു തആല കർമ്മങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിന്റെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ അതിന്റെ 60-ാമത്തെ വചനം, അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രവാചകന്റെ അനുയായികള്, സ്വഹാബാ കിറാം, അവരൊക്കെ എത്രമാത്രം വിവരണാതീതമായിട്ടുള്ള, ത്യാഗസമ്പന്നരായിട്ടുള്ള ആളുകളാണല്ലോ ആ മഹാന്മാർ. പക്ഷേ അവരുടെ മനസ്സിലുള്ള ചിന്താഗതി എന്തായിരുന്നു? വഖുലൂബുഹും വജിലാ. അവരുടെ ഹൃദയങ്ങൾ ഭയന്നു പോകുന്നതായിരുന്നു എന്നാണ്. സ്വഹാബത്തിന്റെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ, ഉമറുൽ ഫാറൂഖിന്റെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ, അങ്ങനെയുള്ള എത്രയോ പ്രഗൽഭമതികളായിട്ടുള്ള, അങ്ങേയറ്റം ജീവിതം അല്ലാഹുവിന് സമർപ്പിച്ചിട്ടുള്ള മഹത്തുക്കളായ മഹാരഥന്മാരായ ആ സ്വഹാബികളുടെ അവരല്ലാഹുവിന്റെ മുമ്പിൽ ഭയപ്പെടുകയാണ്. ഞങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമോ എന്നുള്ളത്. അതാണ് വല്ലദീന യുതൂന മാ ആതൗ വഖുലൂബുഹും വജിലാ. അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു പോകുന്നു. എന്ത്? ഈ കർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കുമോ എന്നുള്ള ഭയം കാരണം. അവര് മദ്യപിക്കുന്നവരായിരുന്നില്ല, അവര് അശ്ലീലം പ്രവർത്തിക്കുന്നവരായിരുന്നില്ല, അവര് അരാജകത്വം അല്ലെങ്കിൽ അധാർമിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായിരുന്നില്ല. എന്നിട്ടും അവർക്ക് എന്തുകൊണ്ടാ ചിന്ത? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മളൊക്കെ കുറച്ച് ഇബാദത്തുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും നമ്മളൊക്കെ വലിയ വലിയ ആളുകളാണെന്നുള്ളത്. അങ്ങനെ ഒരു ആത്മപ്രശംസ നമുക്കുണ്ടാകാനായിട്ട് പാടില്ല. ഞാൻ വലിയത് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായിക്കൂടാ. നമ്മൾക്ക് വിനയമാണ് വേണ്ടത്, നമുക്ക് താഴ്മയാണ് വേണ്ടത്. പ്രിയമുള്ളവരെ, ഭക്തി, തഖ്വ, ആ തഖ്വയോടുകൂടെ ആയിരിക്കണം നമ്മൾ ഇബാദത്തുകൾ ചെയ്യേണ്ടത്. അങ്ങേയറ്റത്തെ ഇഖ്ലാസ് വേണം, അങ്ങേയറ്റത്തെ ആത്മാർത്ഥത വേണം.
ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് ചെറുതാകട്ടെ വലുതാകട്ടെ, നിങ്ങൾ നോക്കൂ, ഈ റമദാനിൽ പഠിക്കേണ്ടുന്ന ഒരു പാഠം എന്ന് പറയുന്നത് എന്താ? ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളൊരു പാഠം എന്ന് പറയുന്നത് 5 നേരത്തെ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കാനുള്ള ഒരു മനസ്സ്, അതിന് നമ്മൾ പാകപ്പെടണം പ്രിയമുള്ളവരെ. പലപ്പോഴും ആളുകളുടെ സ്വഭാവം എന്താ? എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞുകൊണ്ട് നമസ്കാരം ഒഴിവാക്കുക, അല്ലെങ്കിൽ നമസ്കാരം വൈകിപ്പിക്കുക, എല്ലാം കഴിഞ്ഞ് പിന്നെ നമസ്കാരം, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയാണ് ആളുകൾക്ക്. വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നമസ്കാരം എന്ന് പറയുന്നത് അത് സമയം നിശ്ചയിക്കപ്പെട്ട, അതിന് വക്ത് നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. ആ വക്തിൽ അത് നിർവഹിക്കണം. എപ്പോഴും തോന്നുന്ന സമയത്തല്ല അത് നിർവഹിക്കേണ്ടത്. സഹോദരിമാർക്ക് ആ കാര്യം വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. നമസ്കാരം ഈ റമദാൻ വന്നിട്ടും 5 നേരം കൃത്യമായി നമസ്കരിക്കുന്നില്ല എങ്കിൽ എന്തായിരിക്കും മനുഷ്യന്റെ അവസ്ഥ? അപ്പൊ സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പോരായ്മകൾ തിരുത്തി ഇനിയുള്ള ആകെ 12 13 ദിവസം അത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഫർള് നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുക മാത്രമല്ല, ജമാഅത്തായി അത് നിർവഹിക്കാൻ പരമാവധി നമ്മുടെ ഭാഗത്ത് ശ്രമം ഉണ്ടാകണം എന്ന് മാത്രമല്ല, സുന്നത്തായ നമസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്തുകളുണ്ട്, മറ്റുള്ള സ്ഥിരപ്പെട്ട സുന്നത്തുകളുണ്ട്. അവ നിർവഹിക്കുവാൻ നമ്മുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം ഉണ്ടാകണം. നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാരമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നമ്മുടെ മനസ്സിൽ കപടതയുണ്ട് എന്നാണ് അതിനർത്ഥം. നിഫാഖുള്ള ആളുകൾക്ക് മാത്രമാണ് നമസ്കാരം ഒരു ഭാരമായി തോന്നുക എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഫർള് നമസ്കാരം മാത്രമല്ല, സുന്നത്തായ നമസ്കാരങ്ങളും നമ്മൾ ഗൗരവമായി ശ്രദ്ധിക്കണം. കാരണം എന്താ? ഞാനും നിങ്ങൾക്ക് ഫർള് നമസ്കരിക്കുമ്പോൾ എന്തെല്ലാം ചിന്തകൾ നമ്മളെ പിടികൂടുന്നു, എന്തെല്ലാം അബദ്ധങ്ങൾ ഉണ്ടാകുന്നു, എങ്ങനെയാണ് ആ അബദ്ധങ്ങൾ പരിഹരിക്കപ്പെടുക? സുന്നത്തായ നമസ്കാരങ്ങൾ കൊണ്ടാണ് സഹോദരങ്ങളെ. അതുപോലെ തന്നെ ഇത് ഖുർആനിന്റെ മാസമല്ലേ? ഖുർആനുമായി എന്ത് ഒരു ബന്ധമാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുക. ഖുർആനിൽ നിന്നൊന്ന് പാരായണം ചെയ്യാൻ, അതിനെക്കുറിച്ച് ആലോചിക്കുവാൻ ഞാൻ ലളിതമായൊരു കാര്യം പറയട്ടെ. ഒരു പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം, ഒരു ചെറിയ അധ്യായമെങ്കിലും അർത്ഥമറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യാൻ നമുക്ക് സാധ്യമല്ല എങ്കിൽ നമ്മുടെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ സ്ഥാനം എന്തായിരിക്കും? ഖുർആൻ പഠിക്കാൻ എന്തെല്ലാം മാർഗമുണ്ട്. പ്രായ വ്യത്യാസ ഭേദമന്യേ ഖുർആൻ ലേണിംഗ് സ്കൂളുകളുണ്ട്, വെളിച്ചം പരീക്ഷയുണ്ട്. അതിൽ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ ആർക്കും സാധ്യമല്ല. കാരണം വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാം, ഓഫീസിലിരുന്ന് പരീക്ഷ എഴുതാം, പഠിക്കാം. അപ്പൊ ഖുർആൻ പഠനം എന്ന് പറയുന്നത് വളരെ മൗലികമായിട്ടുള്ള, വിശ്വാസിയുടെ മൗലികമായ അടിസ്ഥാനപരമായ ഒരു ഗുണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഗാശിയ ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ നോക്കൂ, എത്ര മനോഹരമാണ്. നരകത്തെക്കുറിച്ച് പറയുന്നു, സ്വർഗത്തെക്കുറിച്ച് പറയുന്നു. സ്വർഗത്തെക്കുറിച്ച് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എത്ര ഹൃദയസ്പൃക്കാൻ, ഏതൊരു മനസ്സിനെയാണത് സ്വാധീനിക്കാതെ പോകുക. ആ വചനങ്ങൾ ഓതി അർത്ഥം പറയുവാനുള്ള സമയം ഇപ്പോഴില്ല. എന്നിട്ടോ നരകത്തെക്കുറിച്ച് പറഞ്ഞു, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു, ഒട്ടകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ റൂമുകളിൽ, നിങ്ങളുടെ വീടുകളിൽ പരിഭാഷകളിലെ അതെടുത്ത് വായിച്ചു നോക്കുക. എന്നിട്ട് ആ ഭാഗം അർത്ഥം മനസ്സിലാക്കി ചിന്താശേഷിയോടുകൂടെ ആ ആയത്തുകൾ ഗ്രഹിക്കുക. സഹോദരങ്ങളെ, റമദാൻ കഴിയാനായി നിങ്ങൾ തൗബ ചെയ്യുന്നുണ്ടോ? തൗബ ചെയ്തിട്ടുണ്ടോ? അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ടോ? പാപമോചന പ്രാർത്ഥനകൾ നിർവഹിച്ചിട്ടുണ്ടോ? ഈ മാസം എന്ന് പറയുന്നത് തൗബയുടെ മാസമല്ലേ? ഇസ്തിഗ്ഫാറിന്റെ മാസമല്ലേ? നമ്മൾ അള്ളാഹുവിലേക്ക് ദുഃഖിച്ച് ഖേദിച്ച് കരഞ്ഞ് പശ്ചാത്തപിക്കേണ്ടുന്ന സന്ദർഭമല്ലേ? സഹോദരങ്ങളെ, ജീവിതത്തിൽ ഇന്നേവരെ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും റഹ്മാനായ റബ്ബിനോട് പുറത്തു തരേണമേ എന്ന് ആവർത്തിച്ചുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. ആത്മാർത്ഥമായി കൊണ്ട്, കലർപ്പില്ലാത്ത, കളങ്കമില്ലാത്ത, നിഷ്കപടമായിട്ടുള്ള തൗബ ചെയ്യാനാണ് പറയുന്നത്. കലർപ്പ് പാടില്ല, അതിൽ ചെളി പാടില്ല. ആത്മാർത്ഥത, സമ്പൂർണമായ ആത്മാർത്ഥതയോടുകൂടെയുള്ള ഒരു പശ്ചാത്താപം, തൗബ. തിന്മകളെ വിട
എന്നുള്ള ആ ഒരു ഇത്. എന്ന് മാത്രമല്ല, അള്ളാഹുവിനോട് കുറ്റം ഏറ്റുപറയണം. ചെയ്തു പോയതിൽ നമുക്ക് വിഷമമുണ്ടാകണം, ദുഃഖമുണ്ടാകണം, ഇനി ആവർത്തിക്കില്ല എന്നുള്ള വാക്ക് നൽകണം, പുറത്തു തരേണമേ എന്നുള്ള ആ ഒരു മനസ്സ്, ആ ഒരു തേട്ടം നമ്മുടെ മനസ്സിന്റെ അന്തരാളങ്ങളിൽ നിന്ന് ഉയരണം. പ്രിയമുള്ളവരെ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറത മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന പ്രാർത്ഥന, നാഥാ, ഞാൻ ഒരുപാട് അക്രമങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. ളലംതു നഫ്സി ളുൽമൻ കസീറാ, ധാരാളം അക്രമങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. പറയുക, ഞാനും നിങ്ങളൊക്കെ എത്ര അക്രമം ചെയ്യുന്നുണ്ടാകും? അയൽവാസികളോട്, കുടുംബത്തിലെ ആളുകളോട്, അതുപോലെ കൂട്ടുകാരോട്, അതുപോലെ റബ്ബിനോട് കുറ്റം ചെയ്തിട്ടില്ലേ? ഉണ്ടാകും. നമസ്കാരം എത്ര നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ മറ്റുള്ള നിർബന്ധ കാര്യങ്ങളിൽ എത്ര വീഴ്ച വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ തൗബ ചെയ്യുക, നമ്മൾ ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തുക, മനസ്സറിഞ്ഞുകൊണ്ട്. പലപ്പോഴും ആളുകൾ ഇസ്തിഗ്ഫാറൊക്കെ നടത്തുന്നു ബസ്സിൽ കയറിയാലും അതുപോലെ വാഹനത്തിൽ കയറിയാലും ഒക്കെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, അങ്ങനെ പോരാ, ആത്മാർത്ഥത വേണം. ഹൃദയമറിയാതെ, മനസ്സറിയാതെ, നാവും ചുണ്ടുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഇസ്തിഗ്ഫാർ അതല്ല വേണ്ടത്. അതിനർത്ഥമില്ല പ്രിയമുള്ളവരെ. അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ മനസ്സുകൊണ്ടുള്ള തേട്ടം അതാണ് വേണ്ടത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നുള്ള പ്രാർത്ഥനയുണ്ടല്ലോ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫനാദാ ഫിൽ ളുലുമാത്ത്, അന്ധകാരങ്ങളിൽ വെച്ച് അദ്ദേഹം വിളിച്ചു തേടി എന്നുള്ളതാണ്. ആ തേട്ടം എന്ന് പറയുന്നത് അത് മനസ്സിൽ തട്ടിക്കൊണ്ടുള്ള ശബ്ദകോലാഹലമല്ല. അപ്പൊ ആത്മാർത്ഥമായി കൊണ്ടുള്ളൊരു പ്രാർത്ഥന അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇനി വരുന്ന ദിവസം അത് അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ പഠിപ്പിക്കുകയുണ്ടായി. ചോദിച്ചപ്പോഴാണ് പഠിപ്പിക്കുന്നത്. എന്താ പറയുന്നത്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നാഥാ, നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്, മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ പുറത്ത് മാപ്പാക്കേണമേ എന്നുള്ള പ്രാർത്ഥന. സഹോദരങ്ങളെ, അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ ഉണ്ടാകും. ആ ലൈലത്തുൽ ഖദറിൽ ഇബാദത്തിന്റെ ശ്രേഷ്ഠത എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ദിവസത്തിൽ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു തൗഫീഖിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ബല്ലിഗ് ലൈലത്തുൽ ഖദർ, അല്ലാഹുമ്മ ബല്ലിഗ് ലി, അല്ലെങ്കിൽ അല്ലാഹുമ്മ ബല്ലിഗ്നാ, അല്ലാഹുവേ ഞങ്ങൾക്ക് ആ ലൈലത്തുൽ ഖദർ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ആ ദിവസത്തിൽ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു തൗഫീഖ്. അതുപോലെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പള്ളിയിൽ പോയി ഒരു അരമണിക്കൂർ ഇരുന്ന് നോക്കൂ, ഇഅ്തികാഫ് എന്നുള്ള നിയ്യത്തോടുകൂടെ. അതെങ്കിലും അരമണിക്കൂർ വേണമെന്നല്ല, അല്ലെങ്കിൽ അത് മതി എന്നല്ല, അതെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. സഹോദരങ്ങളെ, ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അരയും തലയും മുറുക്കി അങ്ങനെയായിരുന്നു പ്രവാചകൻ. അപ്പോ നമ്മൾ ആ രൂപത്തിലേക്ക് മാറുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ റബ്ബ് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടെ ഈമാനോടുകൂടെ മരണമടയുന്ന സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, അവർക്കെല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും അവരോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.